ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന സകല സംഗതികളും ഈ വൈജയോട് പറയാ. ഇതെല്ലാം കേട്ട വൈജ ആകെ അമ്പരന്ന് മരവിച്ചൊരവസ്ഥയിൽ കണ്ണും നിറഞ്ഞ് മുഖമൊക്കെ ചുവന്ന് തുടുത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തും അലീന പറയാണ്, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരി മേഡം, എനിക്ക് ആ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്, നിങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ ഒന്നും കൂടി ഒന്ന് ഞെട്ടുകയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ കരുതുള്ളൂ. അവിടെ ഉള്ള പിള്ളേർ മുഴുവനും എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങളവിടെ ചെല്ലണം, ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് റൂം വിട്ട് ഇറങ്ങാണ്. അപ്പോൾ വൈജിയാണെങ്കിൽ ആകെ തളർന്നു പോയൊരവസ്ഥ, ഒന്നും പറയാത്തൊരവസ്ഥ, ആ ഒരു നിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ വൈജ. അങ്ങനെ നമ്മുടെ അലീന നേരെ മുത്തശ്ശിയുടെ റൂം ലക്ഷ്യമാക്കി തന്നെ പോവുകയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആഹാ, വാ, നീ വന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, മനു എന്നോട് പറഞ്ഞായിരുന്നു നീ വന്നെന്ന്, വാ മോളെ, വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ക്ഷണിച്ച് അവിടെ ഇരുത്തുകയും ചെയ്യാണ്. എന്താ മുത്തശ്ശി, ഞാൻ പോകുന്ന വിവരമൊക്കെ അറിഞ്ഞായിരുന്നോ? അതെല്ലാം അറിഞ്ഞു മോളെ. നീ വൈജ മേഡത്തെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ കണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞതോ, പോയിട്ട് വാ, സന്തോഷമായിട്ടിരിക്കുന്നു. അവളോ അങ്ങനെ പറയാൻ പോകുന്ന? അലീന, എന്നോട് കള്ളം പറയണ്ട. അവളുടെ വായേൽ അങ്ങനെ നല്ല രീതിയിലുള്ള വർത്താനമൊന്നും വരവില്ലല്ലോ. എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ. പിന്നെ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? നിനക്കിട്ട് നല്ലത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഇതൊക്കെ എത്ര നിസ്സാരമാണ് മുത്തശ്ശി, ഇതിനേക്കാളും വലിയതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതല്ലേ. അപ്പം ഇതൊക്കെ ഞാൻ കാര്യമാക്കാനായിട്ട് പോകുന്നില്ല, അതിൻ്റെതായ രീതിയിൽ ഞാനത് എടുക്കോളൂ മുത്തശ്ശി. മേഡം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറയാണ്. മോളെ, എന്നാലും നിന്നെ എന്തിനാണ് അവളിങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആ വീട്ടിൽ നിന്നെന്ന് വിചാരിച്ച് അവൾക്ക് എന്താ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്? അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ? എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമില്ലേ? പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല മുത്തശ്ശി. പിന്നെ മുത്തശ്ശിക്കും ആദ്യം എന്നോട് സ്നേഹമൊക്കെ വെറുപ്പൊക്കെ ആയിരുന്നല്ലോ. പിന്നീട് ഒരു നിവൃത്തിയില്ലാതെ മുത്തശ്ശി എന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അത്രയൊക്കെ വിചാരിക്കുന്നുള്ളൂ മുത്തശ്ശി. ഇപ്പം മുത്തശ്ശിക്ക് എന്നോട് വലിയ സ്നേഹമല്ലേ? അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെയും കണ്ണുകൾ നിറയുകയാണ്. അതെ, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ തൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയാണ്. എന്താ മുത്തശ്ശി കരയാണോ? മുത്തശ്ശി ഇങ്ങനെ കരയില്ലേ മുത്തശ്ശി, എനിക്ക് സങ്കടമാവും കേട്ടോ. ഞാൻ ഏതായാലും പോയാലും തിരിച്ചു വരില്ലേ? നീ പോയാൽ തിരിച്ചു വരുമോ മോളെ? ഞങ്ങളെയൊക്കെ മറക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും മുത്തശ്ശിയെയും കുടുംബത്തെയും ഒന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല. എൻ്റെ സ്വന്തം മുത്തശ്ശിയല്ലേ. അപ്പം എനിക്കതിന് സാധിക്കുമോ മുത്തശ്ശി? ഇതേപോലെ മുത്തശ്ശിയോട് ഇനിയും ഞാൻ ഈ കട്ടിലിൻ്റെ അരികിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. എന്താ, അതുപോലെ ഇപ്പം എനിക്ക് ഏതായാലും പോയല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ മുത്തശ്ശിയോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം തോന്നുക. അങ്ങനെ അലീന മുത്തശ്ശിയോടും യാത്ര പറഞ്ഞിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവിടെ ശിവനും അതേപോലെ തന്നെ ഗംഗയും മനുവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലീന അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, യാത്ര പറഞ്ഞു, അമ്മയോട് യാത്ര പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കും, യാത്ര പറഞ്ഞു എന്നിങ്ങനെ പറയാം. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം. എന്താണ് സങ്കടമൊന്നും എനിക്ക് മനസ്സിലായില്ല. അല്ല, അമ്മയ്ക്ക് സകല കാര്യങ്ങളും അറിയാലോ അലീന, അപ്പോൾ നീ ഇവിടെ നിന്ന് പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം തോന്നി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം. എന്നിട്ട് നിന്റെ അമ്മയെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? വൈജയെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? മേഡത്തിനെ കണ്ട് ഞാൻ മേഡത്തിനോട് കുറേ അധികം സംസാരിച്ചു മകളെ. സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചില കാര്യങ്ങളെല്ലാം ഞാൻ മേഡത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാകെ ടെൻഷൻ തോന്നുകയാണ്. നീ എന്താ എല്ലാ സത്യങ്ങളും പറഞ്ഞ അവളോട് എന്ന് ചോദിച്ചപ്പോഴേക്കും, അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടില്ല, ചില സൂചനകൾ ഞാൻ കൊടുത്തു എന്നിങ്ങനെ പറയാം. എന്ത് സൂചനകൾ? ഇനി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണ്ടേ, അവിടെ അച്ഛനെ സ്നേഹിക്കണമെന്നും അച്ഛനോട് കയർത്ത് സംസാരിക്കരുതെന്നും അച്ഛനെ എതിർത്ത് പറയരുതെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഇതൊക്കെ ഞാനും കുറേ പറഞ്ഞതല്ലേ മക്കളെ, എല്ലാവരും അവളെ ഉപദേശിച്ചാണ്, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വൈജി തയ്യാറായില്ലല്ലോ. പിന്നെ നിന്റെ ഉപദേശം സ്വീകരിക്കുമെന്നാണ്? ഒരിക്കലും നിന്റെ ഉപദേശം സ്വീകരിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എൻ്റെ ഉപദേശം സ്വീകരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത്. അതൊക്കെ ഇരിക്കട്ടെ മോള്,
എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല ബാലേന്ദ്രൻ പറഞ്ഞോ? ആ ഏതോളു കൊളർത്തൂപ്പുഴയ്ക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അത് ആരുടെ വീട്ടിലേക്കാണെന്നൊക്കെ വല്ലതും പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നും വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. അവിടെ ഞാൻ സേഫ് ആയിരിക്കും, എനിക്ക് നല്ലിടം തന്നെയാണ് അവിടെ എന്നൊക്കെ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞല്ലേ, പിന്നെ എനിക്ക് അതിൽ രണ്ടിലൊന്നും ചോദിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അച്ഛൻ പറയുന്ന വഴിക്കേ പോകുന്നു, അത്രയേ ഉള്ളൂ അങ്കിളെ എന്നൊക്കെ ഇനി പറയാണ്. ഏതായാലും മോളെ നിനക്ക് നല്ലത് തന്നെ വരും മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരും കൂടി ഇറങ്ങാം. അപ്പം മനു ആണെങ്കിൽ വണ്ടി എടുക്കാൻ പോവുകയും ചെയ്തു. അപ്പോൾ ഗംഗയാണെങ്കിൽ അലീനെ തോളെ പിടിച്ചിട്ട് മോളെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല എന്ന്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും. നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ ഈ ഒരു പ്രശ്നം മാറാൻ വേണ്ടിയല്ല നീ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാ. എനിക്കറിയാങ്കളെ, നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒരിക്കലും എന്നെ കൈവിടില്ലെന്നും എനിക്കറിയാം. നിവൃത്തികേടുകൊണ്ടാണ് നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല. മേഡത്തിൻ്റെ സ്വഭാവം എല്ലാം മാറി പഴയതുപോലെ തന്നെ ആ കുടുംബത്തിൽ ചെന്ന് ജീവിക്കണം, അത്രയും മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ, അത്രയും മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് മനുവിൻ്റെ കൂടെ കയറുകയാണ്. എന്നാൽ പിന്നെ അങ്കിളെ ഞാൻ ഇറങ്ങിക്കോട്ടെ അങ്കിളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി മോളെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോവുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ ഗംഗയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ശിവനൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അലീനെ ഇങ്ങനൊരു അവസ്ഥയിൽ വിടേണ്ടി വന്നല്ലോ. എല്ലാം ആങ്ങളമാരുടെയൊക്കെ തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ വൈജിക്ക് ഒരു കുഞ്ഞ് ജനിച്ചതെന്ന് വൈജിയോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ വൈജി ഒരിക്കലും വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു, ഇവർക്കറിയാം. അപ്പം അങ്ങനെ നേരത്തെ പറയാത്തതും ഇതേപോലൊരു സംഭവം വരുമെന്നും ആര് വിചാരിച്ചതുമില്ല. അങ്ങനെ നമ്മുടെ മനുവും അതേപോലെ തന്നെ ഈ അലീനയും കൂടി യാത്ര ചെയ്യാം. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനു ചോദിക്കുകയാണ്, അലീന ദേ ഏതായാലും നീ പോവാണ്, ഞങ്ങളെല്ലാം മറന്നിട്ടിട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എന്താ മനുവേട്ട ഇത്, ഞാനങ്ങനെ മറക്കോ? എനിക്കങ്ങനെ മറക്കാനും വെറുക്കാനൊക്കെ കഴിയുമോ നിങ്ങളെ? എനിക്കങ്ങനെയൊന്നും സാധിക്കില്ല. പിന്നെ വൈജാമേടത്തെ കാണണം, കുറേ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം, എല്ലാവരുടെ യാത്ര പറയണം എന്നൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ യാത്ര പറയാനായിട്ട് പോയത്. എന്നിട്ട് വൈജാമയുടെ എന്ത് പറഞ്ഞു? നല്ലത് കിട്ടി എനിക്കിട്ട്. അതും മനുവേട്ടന് നന്നായിട്ട് തന്നെ അറിയാലോ എന്താണ് മേഡത്തിൻ്റെ സ്വഭാവമെന്ന്. അതുകൊണ്ട് നല്ല പണിഷ്മെൻറ്റ് കിട്ടുകയും ചെയ്തു. എന്നെ ഇവിടെ നാട്ടിൽ പുറത്താക്കാൻ നോക്കിയത്. എനിക്കതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ അച്ഛൻ എന്നെ വേദനിപ്പിക്കാനായിട്ട് പാടില്ല. അങ്ങോട്ട് ചെല്ലണം, സംസാരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനു ആണെങ്കിൽ അലീന എനിക്ക് വാക്കുതാ, ഞങ്ങൾ മറക്കില്ല എന്നൊക്കെ വാക്കുതാന്ന് പറഞ്ഞപ്പോഴേക്കും അലീന ചിരിച്ചുകൊണ്ട് തന്നെ വാക്ക് കൊടുക്കുകയാണ്. മനുവേട്ടന് പേടിയാണല്ലേ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാവരെയും മറക്കുമെന്ന്. ഇല്ല മനുവേട്ട, എൻ്റെ കൂടപ്പിറപ്പും എൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ ഉള്ളത്? അപ്പം എനിക്ക് മറക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ നിങ്ങളും എൻ്റെ കുടുംബം തന്നെയല്ലേ, അപ്പം എനിക്ക് മറക്കാനായിട്ട് സാധിക്കും മനുവേട്ട എന്നും കൂടി പറയാം. എന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല നീ വൈജാൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്, അതൊന്ന് പറയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ വൈജ മേഡത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് 10-22 വർഷക്കാലം കൂടെ ജീവിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ചപ്പോൾ വൈജ മേഡം എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ? 10-22 വർഷക്കാലം എനിക്ക് കൂടെ ജീവിക്കാൻ അറിയാമെങ്കിൽ നീ എന്നെ ഒരുപാട് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാലി വന്നു. മനുവേട്ട, അപ്പം ഞാനെന്തെല്ലാം തലതൊക്കെ മറുപടി കൊടുത്തു. 10-22 വർഷം മുമ്പ് നിങ്ങളൊരാളോടൊപ്പം ജീവിച്ചതല്ലേ ആഗ്രയിൽ വെച്ച്. അപ്പോൾ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന അങ്ങനെ പറഞ്ഞോ? അത് ഇച്ചിരി കൂടി പോയിട്ടോ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ഇത് കുറച്ച് കടുത്തു പോയി, അത്രയും വേണം മനുവേട്ട. അത് പറഞ്ഞില്ലെങ്കിലേ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് വീണ്ടും അച്ഛനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കും. എനിക്കത് സഹിക്കാനൊന്നും പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ നമ്മുടെ മനു പറയണം, അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ പറഞ്ഞെങ്കിൽ നിനക്ക് പറയാമായിരുന്നില്ലേ വൈജ മേഡത്തിൻ്റെ മകൾ ഞാനാണെന്ന്? അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ദേഷ്യം കയറിയാൽ ഇനിയും അച്ഛനെ എതിർത്ത് സംസാരിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വരും. കാരണം നിങ്ങളന്ന് ആഗ്രയിൽ വെച്ച് ഒരുത്തനായിട്ട് പ്രണയത്തിലായിരുന്നില്ലേ, അയാളുടെ കൂടെ ജീവിച്ചില്ലേ, അതിൽ നിങ്ങൾക്കൊരു ചോരക്കുഞ്ഞ് ജനിച്ചില്ലേ, ആ ചോരക്കുഞ്ഞാണ് ഈ നിൽക്കുന്ന ഞാൻ എന്ന് പറയായിരുന്നു എനിക്ക്. എങ്കിൽ പിന്നെ അതും കൂടി പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കായിരുന്നില്ലേ അലീന? അത് പറ്റില്ല മനുവേട്ടാ. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അമ്മ അങ്ങോട്ട് പോയില്ലെങ്കിലോ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക്. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ചിലപ്പോൾ അച്ഛനിതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേടാവും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു മടി കാണിച്ചാലോ.
അത് അലീന നീ പറഞ്ഞ സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് മനുവേട്ട ഞാനിപ്പോൾ അതൊന്നും പറയാതിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയും, ഇനിയും അമ്മയുടെ അഹങ്കാരം തീർന്നില്ലെങ്കിൽ എല്ലാം എനിക്ക് തുറന്നടിച്ച് പറയേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. അതൊക്കെ ഇരിക്കട്ടെ അലീന എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ല അറിയാവോ അലീനയ്ക്ക്? കുളർത്തുപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ വലിയൊരു എസ്റ്റേറ്റും ബംഗ്ലാവൊക്കെ ഉള്ളൊരു മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്തായാലും അച്ഛൻ കണ്ടുപിടിച്ച സ്ഥലമല്ലേ, അവിടെ എനിക്ക് സുരക്ഷിതമായിരിക്കും. എനിക്കറിയാം അവിടുത്തെ സ്ഥലവും ആരുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അലീന. അവിടെ നിനക്ക് നല്ല സേഫും ആയിരിക്കും, എല്ലാം കൊണ്ട് നീ സുരക്ഷിതമായിരിക്കും. അതിന് എനിക്ക് യാതൊരു സംശയമില്ല. മനുവേട്ടനപ്പം ഇതൊക്കെ അറിയാമായിരുന്നോ? എന്നോട് അങ്കിള് പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. എന്നിട്ട് അച്ഛനെന്താ എന്നോട് പറയാതിരുന്നത്? മനുവേട്ടനാ പറ, ഞാൻ ആരുടെ വീട്ടിലേക്കാണ് മനുവേട്ട പോകുന്നത്? അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ അങ്കിള് തന്നെ അലീനയോട് പറയും. അതല്ല അതിൻ്റെതായ ശരി എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, അച്ഛൻ തന്നെ എന്നോട് പറയട്ടെ, അതാണ് അതിൻ്റെതായ ശരി എന്നൊക്കെ അലീനയോട് പറയാം. അലീനയും പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.